എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പല ഓർഗനൈസേഷൻസും ഈവൻ പല വ്യക്തികളും ജീവിതത്തിൽ പല ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിലേ ആ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് വളരെ വ്യക്തമായൊരു ഉദാഹരണ സഹിതം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഹൈ പെർഫോമൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശക്തമായി വളരുന്ന ഓർഗനൈസേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പിന്താങ്ങൽ എന്നുള്ള രൂപത്തിൽ തന്നെ ഒരു ശക്തമായ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും ലഭിക്കും. കാരണം പലപ്പോഴും സ്ട്രോങ് ഗോൾസും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്, വീക്ക് ഗോൾസും സെറ്റ് ചെയ്യാറുണ്ട്. സ്ട്രോങ് സിസ്റ്റം ഉണ്ടാവാറുണ്ട്, വീക്ക് സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഗോളും സിസ്റ്റവും എങ്ങനെ അലൈൻഡ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. സാധാരണ നമുക്കറിയാം ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു വിന്നിങ് ആസ്പിറേഷനാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ആഗ്രഹവും അഭിലാഷവും ഒക്കെയാണ് നമ്മൾ ചില ഗോളുകളായിട്ട് സെറ്റ് ചെയ്യുന്നത്. ചിലരതിപ്പോൾ ഒരു 3 വർഷത്തിനിടയിൽ 3 ഇരട്ടി വളർച്ച ഉണ്ടാവണം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് ഒരു 20% അല്ലെങ്കിൽ 30% അടുത്തൊരു വർഷത്തിനുള്ളിൽ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലരിപ്പോൾ ഒരു പാതി വഴിയിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ലൈവ് ആക്കുക, ഗോ ലൈവ് ഓഫ് ദ പ്രൊഡക്റ്റ് വിത്തിൻ 2 to 3 months എന്നൊക്കെ ഉള്ളതായിരിക്കും. ഇങ്ങനെ പല ഗോൾസും പലരും സെറ്റ് ചെയ്യും. ഇനി ഒരു സിസ്റ്റം, ഒരു നല്ല സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അതുവഴി ഉദ്ദേശിക്കുന്നത് ഈ ഗോള് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ ടൂൾസ്, മെത്തേഡ്സ്, റിസോഴ്സസ് ഇതിനെല്ലാം അലൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് അപ്സ്കില്ലിങ് എംപ്ലോയീസിൻ്റെ, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഈ OKR KPI എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട് കമ്പനി സെറ്റ് ചെയ്യുക, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ വ്യക്തമായ എക്സാമ്പിളാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലേക്കോ അല്ലെങ്കിൽ ക്വാഡ്രൻറ്റിലേക്കോ വരികയാണെങ്കിൽ ഒരു ക്വാഡ്രൻറ്റിൽ നമുക്ക് കാണാം വീക്ക് ഗോൾസും വീക്ക് സിസ്റ്റവും. ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ വീക്കാണെന്ന് വിചാരിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റവും വളരെ വീക്കാണെങ്കിലോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗ്രി മോബ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. കുറേ ആൾക്കാർ സ്ഥാപനത്തിൽ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, ആകെ ഇറിറ്റേറ്റഡ് ആവുന്ന അവസ്ഥ, റിസൾട്ട് ഇല്ലാത്ത അവസ്ഥ, ലക്ഷ്യവും ക്ലിയർ അല്ല, സിസ്റ്റവും ക്ലിയർ അല്ല. ഇങ്ങനത്തെ ചില ഏരിയകൾ നമ്മുടെ കമ്പനിയിലൊക്കെ ഉണ്ടാവാം. നോക്കുക നമ്മളൊന്ന്. 2 വീക്ക് ഗോൾസാണ്, സ്ട്രോങ് സിസ്റ്റം ഉണ്ട്, ഭയങ്കര സിസ്റ്റമൊക്കെ ക്രിയേറ്റ് ചെയ്ത് പക്ഷേ ലക്ഷ്യം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, നല്ല എക്സ്പേർട്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്ഥാപനത്തിൽ എടുത്തു വെച്ചു, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആവുന്ന അവസ്ഥ വരും. അപ്പോൾ ലക്ഷ്യം സ്ട്രോങ് ആയാലാണ് ആ സ്ട്രോങ് സിസ്റ്റത്തിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു ഏരിയ സ്ട്രോങ് ഗോൾസ്. ഭയങ്കര അടിപൊളിയായിട്ട് ഗോൾ സെറ്റ് ചെയ്തു, ബിസിനസ് പ്ലാൻ സെറ്റ് ചെയ്തു, എല്ലാ കാര്യവും സെറ്റ്, പക്ഷേ വീക്ക് സിസ്റ്റം. ഇതാണ് ഈ സ്കെയിലപ്പ് സ്റ്റേജിലേക്ക് പോകുന്ന പല സ്റ്റാർട്ടപ്സിനും പറ്റുന്നത്. ലക്ഷ്യങ്ങളൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ സിസ്റ്റം സ്ട്രോങ് അല്ല. ഇവിടെയാണ് ശരിക്കും ഒരു എക്സ്പേർട്ട് അഡ്വൈസും ഗൈഡൻസും ഒക്കെ എടുത്ത് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അൺറിയലിസ്റ്റിക് ആയിട്ട് നടപടിയാവാത്ത കാര്യങ്ങളായിട്ട് പോകും. ഇനി 4ാമത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്ട്രോങ് ഗോൾസ് ആൻഡ് സ്ട്രോങ് സിസ്റ്റം. ഇവിടെയാണ് ഹൈ പെർഫോമൻസ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുന്നത്. ചലഞ്ചിങ് ആണ്, പക്ഷേ സപ്പോർട്ടീവായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവും, റിസൾട്ടുകൾ നമുക്ക് ബോധ്യപ്പെടും, നല്ല രീതിയിലായിരിക്കും ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മളെല്ലാവരും നോക്കേണ്ടത് നമ്മുടെ കമ്പനി ഇതിൽ ഏത് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് ആയിരിക്കും ചിലപ്പോൾ വീക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റംസ് ആയിരിക്കും വീക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സ്ട്രോങ് ആകുമ്പോൾ ഒന്ന് വീക്കാവുന്ന അവസ്ഥയായിരിക്കും. നമുക്ക് സ്ട്രോങ് ഗോൾസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ട്രോങ് സിസ്റ്റവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഇൻസൈറ്റ് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.